ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ ഫസ്റ്റ് ടേമിന്റെ ഭാഗത്ത് നിന്ന് ക്രിസ്മസ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വളരെ ഒരുപാട് ക്വസ്റ്റ്യനുകളൊന്നും ഉണ്ടായിരിക്കില്ല. മേ ബി ഒരു 5-6 ക്വസ്റ്റ്യനുകളൊക്കെ വരാനുള്ള ചാൻസസേ നമ്മൾ കാണുന്നുള്ളൂ. കാരണം മാക്സിമം നമുക്കറിയാം ഒരു 20% ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ എവിടെ നിന്ന് വരാറുള്ളത്. ഫസ്റ്റ് ടേമിന്റെ ഭാഗത്ത് നിന്ന് സെക്കൻഡ് ടേം എക്സാമിനേഷന് വരാനുള്ളത്. അപ്പോൾ മക്കളുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത്, സാറേ ഫസ്റ്റ് ടൈം ഞങ്ങൾ മുഴുവനും പഠിക്കണോ സാറേ, ഏതൊക്കെയാണ് ഭാഗങ്ങൾ ഞങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് സാറേ, ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുകയുണ്ടായി. സോ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ എന്നുള്ളത്. ഇതിൽ ഞാൻ ജിയോഗ്രഫിയിലെ ആദ്യത്തെ 2 ചാപ്റ്ററുകളിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് ടൈം എക്സാമിനേഷന് പഠിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് മുതൽ എൻഡ് വരെ എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും കാണുക. സോ തുടങ്ങിയാലോടാ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ ആക്ച്വലി നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നോർത്തേൺ മൗണ്ടൻ റീജിയൻ അഥവാ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതാണ് ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹൈലൻഡ്സ്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അതിൽ ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം, ലഡാക്ക്, സസ്കർ ആ പേരുകൾ ഒന്ന് മക്കൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഹിമാലയ ആണെങ്കിൽ നമ്മൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക് ഇതിന്റെ മേ ബി ഡീറ്റെയിലുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഞാൻ അവിടേക്ക് എന്ത് ചെയ്യാം എത്താം. ഞാൻ അതിൽ സ്ലൈഡുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹിൽസ്, കിഴക്കൻ കുന്നുകളുടെ ഭാഗത്തൊന്നും ക്വസ്റ്റ്യൻ മേ ബി ഇവിടുന്ന് വരാൻ സാധ്യത കുറവാണ്. പക്ഷെ ഈ 3 പേര് പഠിച്ചു വെക്കണം. കൂടാതെ തന്നെ വീണ്ടും നമ്മൾ നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഉത്തരപർവ്വത മേഖലയെ നമ്മൾ റിവറിനെ ബേസ് ചെയ്തുകൊണ്ട് 3 തരംതിരിച്ചിരുന്നു. വെസ്റ്റേൺ ഹിമാലയ, പടിഞ്ഞാറൻ ഹിമാലയം, സെൻട്രൽ ഹിമാലയം, മധ്യ ഹിമാലയം, അതുപോലെ തന്നെ കിഴക്കൻ ഹിമാലയം അഥവാ നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറഞ്ഞുകൊണ്ട് 3 തരംതിരിച്ചു. അതിൽ വെസ്റ്റേൺ ഹിമാലയ വീണ്ടും നമ്മൾ തരംതിരിച്ചു. അതായിരുന്നു കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. സോ അതുകൊണ്ട് തന്നെ ആക്ച്വലി ഈ ഒരു ഫ്ലോ ചാർട്ടിനെ എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതിൽ നമ്മൾ ആക്ച്വലി ട്രാൻസ് ഹിമാലയ എന്നതിൻ്റെ ഡീറ്റെയിൽ മേ ബി ചിലപ്പോൾ ചോദിക്കാം. ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ദ ടിബറ്റൻ ഹിമാലയ. ടിബറ്റൻ ഹിമാലയ എന്നറിയപ്പെട്ട സ്ഥലമാണ്. ആവറേജ് ആൾട്ടിറ്റ്യൂഡ്, ശരാശരി ഉയരം എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് 3000 മീറ്റർ എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിരുന്നു അതൊരു തെറ്റായിട്ടുള്ള കാര്യം മാത്രമാണ്. ശരിക്കും 6000 മീറ്റർ ആണ്. സോ അതുകൊണ്ട് തന്നെ മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കൂല, കാരണം ടെക്സ്റ്റ് ബുക്കിൽ അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ. അപ്രോക്സിമേറ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 40 കിലോമീറ്റർ ആണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 965 കിലോമീറ്റർ ആണ് ആക്ച്വലി ലെങ്ത് എന്ന് പറയുന്നത്. അതേസമയം എപ്പോഴും നമ്മുടെ ഇപ്പോൾ 10th വരുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒരു ഭാഗമായിരുന്നു ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്ന ഈ ഭാഗം. അഥവാ ഹിമാലയത്തെ 3 ഭാഗമായിട്ട് തരംതിരിച്ചു. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ആ ഓർഡർ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കാം. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതിന്റെ ഡീറ്റെയിലുകൾ മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായതുകൊണ്ടാണ്. ഹിമാദ്രിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പഠിച്ചു വെക്കാം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രേറ്റർ ഹിമാലയ അഥവാ ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്നുണ്ട്. ആവറേജ് ആൾട്ടിറ്റ്യൂഡ് 6100 മീറ്റർ ആണ്. ആൾട്ടിറ്റ്യൂഡ് ഉയരം വരുന്ന 6100 മീറ്റർ ആണ്. ഇവിടുത്തെ വീതി വരുന്ന 25 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇവിടെ വേൾഡിലെ തന്നെ ഹയസ്റ്റ് പീക്കുകളൊക്കെ കാണാൻ പറ്റും. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഹിമാദ്രി എന്ന് പറഞ്ഞാൽ. ഹിമാദ്രിയുടെ നേരെ താഴെ കിടക്കുന്ന സ്ഥലമാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ദ ലെസ്സർ ഹിമാലയ. അത് നമ്മൾ ലെസ്സർ ഹിമാലയ എന്ന് വിളിക്കാം. മറ്റേത് ഗ്രേറ്റർ ഹിമാലയ ആണെങ്കിൽ ഇവിടെ എന്താണ്, ലെസ്സർ ഹിമാലയാണ്. ഇറ്റ് ഈസ് നോർത്ത് ഓഫ് ദ ശിവാലിക് അഥവാ ശിവാലിക്കിന് നോർത്ത്, ശിവാലിക്കിന്റെ മുകളിലാണ്. അതേസമയം എന്തിന് താഴെയാണ്, ഹിമാദ്രിയുടെ താഴെയുമായിട്ടാണ് നിൽക്കുന്നത്. ആവറേജ് ആൾട്ടിറ്റ്യൂഡ് 3500 മീറ്റർ ആണ്. 3500 മുതൽ 4500 മീറ്റർ വരെ വരും. വീതി വരുന്നത്, വിടുത്ത് വരുന്നത് 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. അതേസമയം അടുത്താണ് ശിവാലിക് എന്ന് പറയുന്നത്. ശിവാലിക് ഈസ് ആൾസോ നോൺ ആസ് ഔട്ടർ ഹിമാലയ. ശിവാലിക് നമ്മൾ വിളിക്കുന്ന പേര് ഔട്ടർ ഹിമാലയ എന്നുള്ളതാണ്. കൂടാതെ തന്നെ അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം എന്ത് ചെയ്യുന്നു, ശിവാലിക്കിന് 60 മുതൽ 150 കിലോമീറ്റർ വരെ നീളമുണ്ട്. സോ ഇത് മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. സോ പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന് വരാൻ ചാൻസസ് ഉള്ള മറ്റൊരു ഭാഗമാണ് ടൂറിസം എന്ന് പറയുന്നത്. അവിടുത്തെ ജനജീവിതം, നമ്മളെ ഹിമാലയ നോർത്തേൺ മൗണ്ടൻ റീജിയനിലെ ജനങ്ങളുടെ ജനജീവിതം എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഈസി ആക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചെന്നായിരുന്നു. ആക്ച്വലി അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വിവിധ പാർട്ടുകളാക്കിയിട്ട് മാറ്റിയാൽ മതി. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പിൽഗ്രിമേജ് അഥവാ തീർത്ഥാടനത്തിന് വേണ്ടി ജനങ്ങൾ പോകുന്നതാണ്. അതിൽപ്പെട്ടാണ് മാനസരോവർ, അതുപോലെ തന്നെ അമർനാഥ്, ഹേമാകുണ്ട് സാഹിബ്, കൈലാസം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ. അത് നമ്മളെ പിൽഗ്രിമേജ്, നമ്മളെ
ദൈവത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പോകുന്ന സ്ഥലമാണ്. അതേസമയം രണ്ടാമത്തെ ടൂറിസമാണ് റിസോർട്ട് ടൂറിസം അവിടെ നടക്കാറുണ്ട്. റിസോർട്ട് ടൂറിസം എന്നുള്ളത് നടക്കാറുള്ളത് ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, ആൽമോറ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ്. മൂന്നാമത്തെ ടൂറിസം എന്ന് പറയുന്നത് അഡ്വഞ്ചറസ് ടൂറിസം ആണ്. നമ്മളെ മൗണ്ടൈനറിങ്ങിന് വേണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ പർവ്വതങ്ങൾ കയറുന്നതിന് വേണ്ടിയിട്ട്, സ്കീയിങ്ങിന് വേണ്ടിയിട്ട്, പാരാഗ്ലൈഡിങ്ങിന് വേണ്ടിയിട്ടെല്ലാം ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ 3 സ്റ്റേജസ് ഓഫ് ടൂറിസം ആണ് ആക്ച്വലി നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റീജൻ, ഉത്തരപർവ്വത മേഖലയിൽ ഉള്ളത്. സോ ഇത് മക്കൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഒന്ന് പഠിച്ചിട്ട് വേണം പോകാൻ. അതേസമയം അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ദ എക്സ്പാൻസീവ് പ്ലെയിൻ, വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, which of features the beneficial for agriculture Indo-Gangetic Brahmaputra plain? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം കൃഷിക്ക് അനുയോജ്യമാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ 4 മാർക്കിന് ക്വസ്റ്റ്യൻ 4 മാർക്ക് എന്തായാലും ഒരു ചോദ്യം എന്ത് ചെയ്യും, ഫസ്റ്റ് ടൈമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. അത് വരാനൊരു സാധ്യത ഉണ്ടായതുകൊണ്ടാണ് 4 പോയിന്റുകൾ വരുന്നത്. ഈ പോയിന്റ്സ് തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതിൽ ഒന്നാമത്താണ് ഫെർട്ടിൽ സോയിൽ, വളക്കൂറുള്ള മണ്ണാണ്. ഒന്നാമത്തെ പോയിന്റ് ഫെർട്ടിൽ സോയിൽ, വളക്കൂറുള്ള മണ്ണാണ്. രണ്ടാമത്താണ് ആഡിക്വേറ്റ് വാട്ടർ സപ്ലൈ, മതിയായ ജലലഭ്യതയാണ്. കാരണം അവിടെ എന്തുണ്ട്, സിന്ധു ഉണ്ട്, ഗംഗയൊക്കെ കിടക്കുന്നതുകൊണ്ട് നല്ല വെള്ളം അവിടെ കിട്ടും. ഫേവറബിൾ ക്ലൈമറ്റ്, അനുകൂലമായ കാലാവസ്ഥ അവിടെയുണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ടോപ്പോഗ്രഫി, പരന്ന ഭൂപ്രകൃതിയാണ് കിടക്കുന്നത്. സോ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് കൃഷി നടത്താൻ നമുക്ക് അനുയോജ്യമായതാണ്. കൂടാതെ അടുത്തൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ് രാജസ്ഥാൻ പ്ലെയിൻ അഥവാ രാജസ്ഥാൻ സമതലം. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് രാജസ്ഥാൻ സമതലം. രാജസ്ഥാനിലാണ് താർ ഡെസേർട്ട് കിടക്കുന്നത്. താർ ഡെസേർട്ട് കിടക്കുന്നവിടെയാണ് രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയിട്ടുള്ള സ്ഥലമാണ്. കൂടാതെ താർ ഡെസേർട്ട് നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, മരുസ്ഥലിയും ബാഗറും. മരുസ്ഥലി എന്ന് പറയുന്നത് ആക്ച്വൽ ഡെസേർട്ട്, യഥാർത്ഥ മരുഭൂമിയാണ്. ബാഗർ എന്ന് പറയുന്നത് അർദ്ധ മരുഭൂമിയായിട്ടുള്ള ഭാഗമാണ്. അതേസമയം അടുത്ത മേബി വരാൻ ചാൻസസ് ആണ് ദ ക്ലൈമറ്റ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കാലാവസ്ഥ എങ്ങനെയാണ്? 4 കാലാവസ്ഥയാണുള്ളത്. ഒന്ന് കോൾഡ് വെതർ സീസൺ, ശൈത്യ കാലഘട്ടമാണ്. രണ്ടാമത്താണ് നമ്മുടെ ഹോട്ട് വെതർ സീസൺ, ഉഷ്ണ കാലഘട്ടം. ആക്ച്വലി ഇത് ഹോട്ടാട്ടോ, ഹോട്ട് വെതർ സീസൺ, ഉഷ്ണ കാലഘട്ടം. മൂന്നാമത്താണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടം. നാലാമത്താണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടം. അതിൽ ഈ മൺസൂൺ കാലഘട്ടത്തിന്റെ ഡീറ്റെയിലുകളും കൂടെ എൻ്റെ മക്കളൊന്ന് പഠിച്ചേക്കാം. അത് ഈ എക്സാമിന് മേബി അല്ലെങ്കിൽ അടുത്ത എക്സാമിന് എന്ത് ചെയ്യും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. കൂടാതെ തന്നെ അടുത്തതാണ് സോയിൽ, ദ മേജർ സോയിൽസ് ടൈപ്സ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഉത്തരപർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? ആ മണ്ണിനങ്ങൾ അവ കാണുന്ന ഭൂപ്രദേശം പഠിക്കുന്ന കൂടെ തന്നെ അതിൻ്റെ സവിശേഷതകൾ കൂടെ, അതിൻ്റെ ഫീച്ചേഴ്സ് കൂടെ എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി ഒരു ടേബിളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടതാണ് അലൂവിയൽ സോയിൽ, എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് സാധാരണ കാണാറുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ലിമിറ്റഡ് ഏരിയാസ് ഓഫ് ദ രാജസ്ഥാൻ്റെ ഒക്കെ ഏരിയ, ഗുജറാത്തിൻ്റെ ഏരിയയിലൊക്കെയാണ് അവിടെ കാണാറുള്ളത്. വെൽ സ്യൂട്ടഡ് ഫോർ ദ അഗ്രികൾച്ചർ, കൃഷിക്കൊക്കെ നല്ല മണ്ണാണ്, പറ്റിയ മണ്ണാണ് എക്കൽ മണ്ണെന്ന് പറഞ്ഞാൽ. നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണല്ലോ അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ എക്കൽ മണ്ണെന്ന് പറയുന്നത്. റെഡ് സോയിൽ എന്ന് പറയുന്നത് സദേൺ പാർട്ട് ഓഫ് ദ മിഡിൽ ഗംഗ പ്ലെയിൻ, മധ്യ ഗംഗാ കാലഘട്ടത്തിന്റെ താഴെ ഭാഗത്തൊക്കെ ആയിട്ട് തെക്കൻ ഭാഗങ്ങളിലാണ് കാണുന്നത്. അവിടെ അതിന് റെഡ് കളർ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ അയൺ കണ്ടന്റ് ആണ്, ഇരുമ്പിന്റെ അംശമാണ് ആക്ച്വലി ആ മണ്ണിന് റെഡ് കളർ കൊടുക്കുന്നത്. ദെൻ സലൈൻ സോയിൽ, ലവണ മണ്ണ് എന്ന് പറഞ്ഞാൽ ഉപ്പിന്റെ അംശം കൂടുന്നതാണ്. സുന്ദർബൻ ഡെൽറ്റ ഏരിയയിലാണ് ആക്ച്വലി അത് കാണപ്പെടുന്നത്. ദെൻ അതുപോലെ തന്നെ പീറ്റ് സോയിൽ, പീറ്റ് മണ്ണ് എന്ത് ചെയ്യുന്നു, കാർബൺ റിച്ച് സോയിലാണ്, കാർബൺ റിച്ച് ആയിട്ടുള്ള സോയിലാണ്. അത് കോസ്റ്റൽ റീജിയൻ ഓഫ് വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിലാണ് കാണാറുള്ളത്. അരൈഡ് സോയിൽ, വരണ്ട മണ്ണ്, അത് സാധാരണ സാൻഡി ആയിട്ടുള്ള, സലൈൻ ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മുടെ മണൽ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ കാണൂലേ മരുഭൂമികളിലൊക്കെ കാണുന്ന സോയിലാണ് അരൈഡ് സോയിൽ എന്ന് പറയുന്നത്. സോ മക്കൾ എന്ത് ചെയ്യണം, ഈ സോയിലിനെ മണ്ണിനെയും പഠിച്ചു വെക്കണം. അപ്പൊ ആക്ച്വലി 2 ചാപ്റ്ററുകളിൽ നിന്ന് പ്രധാനമായിട്ടും വരുന്ന ഫസ്റ്റ് ടൈമിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യനുകളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. മക്കൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മക്കളെ ഇത് മാത്രം പഠിച്ചാൽ പോരാ. ഫസ്റ്റ് ടേമിന്റെ ഭാഗത്ത് നിന്ന് ആക്ച്വലി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം, ഒരു 20 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതേസമയം സെക്കൻഡ് ടേം നമുക്ക് വരാനുണ്ട്, അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഉള്ളത്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ആക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മൾ 100% ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തന്നിട്ടില്ലേ, നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന് എത്ര ചോദ്യങ്ങൾ പഠിക്കണം എന്നുള്ളത് പറഞ്ഞു തന്നില്ലേ. അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററും നമ്മൾ പഠിക്കേണ്ടതിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ നമ്മുടെ 100% ഷുവർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. സോ മക്കളെല്ലാവരും ആ ലൈവിൽ ഉണ്ടായിരിക്കണം. ലൈവിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ താഴെ ഒരു കമന്റ് ഇട്ടോ, വി വിൽ, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരിക്കും സർ, ഞങ്ങളെന്ത് ചെയ്യും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു കൺഫർമേഷൻ ഒരു കമന്റ് ആയിട്ട് നിങ്ങൾ അവിടെ കാണട്ടെ. സോ മക്കളെ ഇന്ന് ഈവനിങ് വൈകുന്നേരം നമുക്ക് ലൈവിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു ഓൾ.